കണ്ണൂർ മണോളിക്കാവിൽ സംഘർഷത്തിൽ അറസ്റ്റിലായ ആളെ CPIM പ്രവർത്തകർ മോചിപ്പിച്ചു. പോലീസുകാരെ പൂട്ടിയിട്ട ശേഷമാണ് പ്രതിയെ മോചിപ്പിച്ചത്. 55 CPIM പ്രവർത്തകർക്കെതിരെ തലശ്ശേരി പോലീസ് കേസെടുത്തിരുന്നു. വിവരങ്ങളുമായി നിഖിൽ അളവൂർ ചേരുന്നു. നിഖിൽ, അസാധാരണമായ സംഭവങ്ങളാണ് ഉണ്ടാകുന്നത്. അറസ്റ്റിലായ ആളെ മോചിപ്പിക്കുന്നു, അതും പോലീസുകാരെ പൂട്ടിയിട്ട ശേഷം. എപ്പോഴായിരുന്നു ഈ സംഭവങ്ങൾ ഉണ്ടായത്? ഈ പോലീസ് ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. അതായത് ഇതേ മണോളിക്കാവിൽ തന്നെ CPIM BJP സംഘർഷം ഉണ്ടായപ്പോൾ അത് തടയാൻ ശ്രമിക്കുന്നതിനിടെ പോലീസിനെ മർദ്ദിക്കുകയും ഒപ്പം തന്നെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ സംഭവത്തിലെ പ്രതിയെ പിടികൂടാൻ ഇതേ മണോളിക്കാവിൽ ഉത്സവം നടക്കുന്നതിനിടെ അവിടേക്ക് എത്തിയ പോലീസിനെയാണ് തടഞ്ഞു വെച്ച് പോലീസ് പിടികൂടി പോലീസ് വാഹനത്തിൽ ഇരുത്തിയ പ്രതിയെ മോചിപ്പിച്ച് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ക്ഷേത്രത്തിന്റെ ഗേറ്റ് പൂട്ടി പോലീസിനെ അകത്താക്കുകയും ചെയ്തു. അതിനുശേഷം ഈ പ്രതിയുമായി CPIM പ്രവർത്തകർ കടന്നു കളയുകയായിരുന്നു. പോലീസുകാരെ ആക്രമിച്ച കേസിലെ പ്രതിയെ കസ്റ്റഡിയിലെടുക്കാൻ എത്തിയപ്പോഴായിരുന്നു പോലീസിന് നേരെ ഇത്തരത്തിലുള്ള ഒരു അക്രമം ഉണ്ടായത്. വനിതാ SIയെ ഉൾപ്പെടെ മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടായി. അത്തരത്തിൽ സ്ത്രീത്വത്തെ അപമാനിച്ചതിനുൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയും കേസെടുത്തിട്ടുണ്ട് പോലീസ്. നിലവിൽ 55 CPIM പ്രവർത്തകർക്കെതിരെയാണ് തലശ്ശേരി പോലീസ് കേസെടുത്തിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം തന്നെ ഇത്തരത്തിൽ മണോളിക്കാവിൽ CPIM BJP സംഘർഷമുണ്ടായപ്പോൾ ഇത് തടയാൻ ശ്രമിച്ച പോലീസിനെ ആക്രമിക്കുകയും ഒപ്പം തന്നെ ഈ കാവിൽ കയറി കളിക്കേണ്ടതില്ല, അങ്ങനെ കളിച്ചു കഴിഞ്ഞാൽ ഒരാൾ പോലും ഈ തലശ്ശേരി പോലീസ് സ്റ്റേഷനിൽ കാണില്ല തുടങ്ങിയ ഭീഷണി മുഴക്കിയിരുന്നു. കേരളം ഭരിക്കുന്നത് ഞങ്ങളാണ് എന്നൊരു ഭീഷണി CPIM പ്രവർത്തകർ മുഴക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതിന്റെ തുടർച്ചയായാണ് ഇന്നലെ പോലീസ് ഇത്തരത്തിൽ ഈ കേസിലെ പ്രതിയെ പിടികൂടാൻ വേണ്ടി മണോളിക്കാവിലേക്ക് എത്തുന്നത്. ആ സമയത്താണ് ഇത്തരമൊരു സംഭവം ഉണ്ടായത്. ഏതായാലും പ്രതിയെ ഈ CPIM പ്രവർത്തകർ പോലീസിൽ നിന്ന് മോചിപ്പിച്ചു പോവുകയും ഈ ക്ഷേത്രത്തിന്റെ ഗേറ്റ് പൂട്ടി പോലീസിനെ അതിനകത്താക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. നിയമത്തോടുള്ള കടുത്ത വെല്ലുവിളി തന്നെയാണ് അവിടെ നടന്നിരിക്കുന്നത്. ഒരു പ്രതിയെ മോചിപ്പിച്ച് കൊണ്ടുപോകുക. സാധാരണ പോലീസ് സ്റ്റേഷനുകളിൽ രാഷ്ട്രീയക്കാർ എത്തി പ്രതിയാക്കപ്പെടുന്നവരെ, രാഷ്ട്രീയ കേസുകളിൽ പ്രതിയാക്കപ്പെടുന്നവരെയൊക്കെ മോചിപ്പിച്ച് കൊണ്ടുപോകാറുണ്ട്. പക്ഷേ അത് ഇങ്ങനെയല്ല, ഈ മാർഗത്തിലൂടെയല്ല. ഇവിടെ പോലീസുകാരെ പൂട്ടിയിട്ട ശേഷമാണ് പ്രതിയെ മോചിപ്പിച്ചിരിക്കുന്നത്. ഇങ്ങനെ ബലപ്രയോഗത്തിലൂടെ പോലീസുകാരെ പൂട്ടിയിട്ട് പ്രതിയെ മോചിപ്പിച്ച് കൊണ്ടുപോയത് ആരാണ്? അവർക്കൊക്കെ എതിരെ കേസ് ചുമത്തിയിട്ടുണ്ടോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? സ്ത്രീയെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ സ്ത്രീത്വത്തെ അപമാനിച്ചതുൾപ്പെടെയുള്ള വിഷയങ്ങൾ കൂടി, അത്തരം ചാർജുകൾ കൂടി ഉൾപ്പെടുത്തിയുള്ള കേസുകളാണ് നിലവിൽ ഏതായാലും എടുത്തിട്ടുള്ളത്. 7 പ്രതികളായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. 27 പേരാണ് ഇത്തരത്തിൽ പോലീസിനെ കഴിഞ്ഞ ദിവസം ആക്രമിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ 7 പേർക്കെതിരെയാണ് പോലീസ് FIR പേര് ചേർത്തുകൊണ്ടുള്ള നടപടികൾ നടത്തിയത്. അതിന്റെ ഭാഗമായി അറസ്റ്റ് ചെയ്യാൻ എത്തിയതായിരുന്നു. അങ്ങനെ അറസ്റ്റ് ചെയ്ത് പോലീസ് വാഹനത്തിലേക്ക് കയറ്റുകയും ചെയ്തു. പിന്നീട് ഒരു സംഘം ഈ പോലീസ് വാഹനം തടഞ്ഞു വയ്ക്കുകയും പോലീസിനെ അത്തരത്തിൽ അവരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു രീതിയായിരുന്നു. ഏതായാലും കർശനമായ നടപടികൾ ഇക്കാര്യത്തിൽ സ്വീകരിക്കാൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം. അതുകൊണ്ട് തന്നെ കർശനമായ വകുപ്പുകൾ ചുമത്തിയുള്ള കേസുകൾ തന്നെയാണ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. നിഖിൽ അളവൂറാണ് വിവരങ്ങൾ പങ്കുവച്ചത് കണ്ണൂരിൽ നിന്ന്.